അനുമോൾ ജിസേൽ എന്നിവർ തമ്മിൽ വളരെ ഓർഗാനിക് ആയ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി വരുന്നതിനെ പരമാവധി പ്രോത്സാഹിപ്പിച്ചു വിടുന്ന ഒരു ബിഗ് ബോസിനെയും ലാലേട്ടനെയാണ് ഇന്ന് നമ്മൾ ആ ഒരു എപ്പിസോഡിനകത്ത് കണ്ടത്. നമ്മളിതിലില്ല, കണ്ടാ മതി എന്നൊക്കെ പറയുന്ന പോലൊരു അപ്രോച്ച് ആയിരിക്കണം ബിഗ് ബോസിന്. അവരുടെ ആ ഒരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ റൈവൽറി എവിടം വരെ പോകുന്നു അവിടം വരെ പോകട്ടെ എന്നാണ് ബിഗ് ബോസിന്റെ ഒരു മൈൻഡ് സെറ്റ്. അതിലിത്തിരി എണ്ണയും ബിഗ് ബോസ് ഒഴിച്ചു കൊടുത്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കരുത് എന്ന നിയമം ലംഘിച്ചതിന്റെ പേരിൽ ജിസേലിന് ഒരു ശിക്ഷയും ലാലേട്ടൻ കൊടുത്തില്ല. വീണ്ടും ഒരു ഫൈനൽ വാർണിംഗ് കൊടുത്തു. ഇതിപ്പോ എത്രാമത്തെ ഫൈനൽ വാർണിംഗ് ആണെന്ന് അറിയത്തില്ല. 4 തവണ പറഞ്ഞു എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഇനി അവിടെ ജിസേൽ എന്ത് റൂൾ ലംഘിച്ചാലും ബിഗ് ബോസ് ഇതേ അപ്രോച്ച് തന്നെ സ്വീകരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഹിന്ദി ബിഗ് ബോസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള വലിയ വലിയ ആളുകളാണ്, സൽമാൻ ഖാനുമായിട്ടൊക്കെ പരിചയമുള്ള ആളുകളാണ്. നിയമം ലംഘിക്കുന്നതാണ് ഗെയിം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ജിസേൽ തക്രാൽ. ഇതേ സമയം തന്നെ ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോയാൽ ഞങ്ങൾക്കതൊരു ശല്യമാവും എന്ന് പറഞ്ഞ് ലാലേട്ടൻ ചിരിക്കുന്നതാണ് കണ്ടത്. ഈ 2 കാര്യങ്ങളെയും വളരെ നിസ്സാരമായി പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു. രണ്ടുപേരെയും, പ്രത്യേകിച്ച് ജിസേലിനെ ലാലേട്ടൻ നല്ലപോലെ വഴക്ക് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കമ്പാരിറ്റീവ്ലി അനുമോൾക്കാണ് കൂടുതൽ ഗ്രില്ലിങ് കിട്ടിയത്. CID എന്ന് പറഞ്ഞ് അനുമോളെ പുച്ഛിക്കുന്നുണ്ട്, 1-2 തവണ പുച്ഛിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആണുങ്ങളെല്ലാവരും മൊണ്ണകളാണ് എന്നുള്ള ആ ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട്, എല്ലാവരുടെയും മുന്നിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വേറൊരു വീഡിയോയും കാണിച്ചു കേട്ടോ. ജിസേൽ ആ ഒരു നിമിഷം ഓർത്തെടുത്തൊരു അലിഗേഷൻ ഉണ്ടാക്കിയതാണ്. സ്പോട്ടിൽ തന്നെ ലാലേട്ടൻ അത് പൊട്ടിച്ച് കയ്യിൽ കൊടുക്കുന്നുണ്ട്. അനുമോൾ എന്തോ ജിസേലിന്റെ പെർഫ്യൂം കള്ളിയാണെന്ന് പോലൊരു ടോക്ക് ജിസേൽ നടത്തി. പക്ഷെ യഥാർത്ഥത്തിൽ പെർഫ്യൂം എടുത്തത് ബിഗ് ബോസിന്റെ തന്നെ ആളുകളാണ്. കഴിഞ്ഞ ആഴ്ച ജിസേലിന്റെ പെട്ടി പരിശോധിക്കാൻ ബിഗ് ബോസ് തന്നെ അയച്ച ബിഗ് ബോസിന്റെ CIDകളാണ് ജിസേലിന്റെ പെർഫ്യൂംസ് എടുത്തുകൊണ്ട് പോയത്. അതാണ് ഇതിനകത്ത് ഒരു ഐറണി എന്ന് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ജിസേൽ വേഴ്സസ് അനുമോൾ മാരകമായ വഴക്കുകൾ നമ്മൾ കാണാൻ ഇടയായേക്കാം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള ഓരോ വീഡിയോസ് ബിഗ് ബോസ് അവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിനകത്ത്. വരും ദിവസങ്ങളിൽ ഇവർ തമ്മിൽ ഇനിയും നാടകീയമായ വഴക്കുകളും സംഭവങ്ങളും ഉണ്ടാവണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 2 വീഡിയോസും കാണിച്ചു കൊടുത്തത്. ഇതിന്റെ വാലയെ കയറി പിടിച്ച് രണ്ടുപേരും നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രശ്നം ഇതുവരെ സോൾവ് ആയിട്ടില്ല. ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാൻ ഇന്ന് അഭിലാഷ് ശ്രമിച്ചതാണ്, പക്ഷെ സോൾവ് ആയിട്ടില്ല. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു.